ഫ്രണ്ട്സ്, നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ ബാങ്ക് ഓഫ് ബറോഡയുടെ ഫുൾ ഓണർഷിപ്പിലുള്ള, അതായത് സബ്സിഡിയറി കമ്പനി ആയിട്ടിരിക്കുന്ന ബറോഡ ഗ്ലോബൽ ഷെയർഡ് സർവീസസ് ലിമിറ്റഡിൻ്റെ പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഇതിൽ വിവിധ പോസ്റ്റുകൾ വിളിച്ചിട്ടുണ്ട്. നമ്മുടെ കേരളത്തിലൊക്കെ നമുക്ക് വേക്കൻസി കാണുന്നുണ്ട്. ഇവിടെ കാണാം, എറണാകുളം, തിരുവനന്തപുരം ഇവിടെയൊക്കെ ആയിട്ട് വേക്കൻസികളുണ്ട്. പിന്നെ കർണാടക, നമുക്ക് ബാംഗ്ലൂർ, മൈസൂരൊക്കെ ആയിട്ട് വേക്കൻസികൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇതിലേക്കുള്ള സെലക്ഷൻ എന്നുള്ള കാര്യങ്ങളൊക്കെ വിശദമാക്കാം. അപ്പോൾ ഇതിൽ വന്നിരിക്കുന്ന വേക്കൻസികളിൽ നിങ്ങൾക്ക് ഇതാ ആധാർ ഓപ്പറേറ്റർ വിളിച്ചിട്ടുണ്ട്, ഏരിയ സെയിൽസ് മാനേജർ വിളിച്ചിട്ടുണ്ട്, ദെൻ കമ്പനി സെക്രട്ടറി എന്ന് പറയുന്ന പോസ്റ്റ് വിളിച്ചിട്ടുണ്ട്, IT സപ്പോർട്ട് എഞ്ചിനീയർ വിളിച്ചിട്ടുണ്ട്, ദെൻ IT സപ്പോർട്ട് എക്സിക്യൂട്ടീവ് വിളിച്ചിട്ടുണ്ട്, അസിസ്റ്റൻറ്റ് മാനേജർ എന്ന് പറയുന്ന പോസ്റ്റിൽ വിളിച്ചിട്ടുണ്ട്, HR മാനേജർ, പിന്നെ ജൂനിയർ ബിസിനസ് അനലിസ്റ്റ് വിളിച്ചിട്ടുണ്ട്, അതുപോലെ ഏരിയ കോർഡിനേറ്റർ വിളിച്ചിട്ടുണ്ട്, ഡിജിറ്റൽ ബാങ്കിങ് വിളിച്ചിട്ടുണ്ട്, അതുപോലെ ഡിജിറ്റൽ ബാങ്കിങ് ATM ബില്ലിങ്ങും ATM ക്യാഷും വിളിച്ചിട്ടുണ്ട്, പിന്നെ ഡെബിറ്റ് കാർഡ്, അതുപോലെ തന്നെ ഡെബിറ്റ് കാർഡ് കംപ്ലയിൻസ്, അങ്ങനെ ഡിസ്പ്യൂട്ട് ഹാൻഡ്ലിങ്ങോ അങ്ങനെ പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ട്, ഡെപ്യൂട്ടി മാനേജർ, പിന്നെ CISO, അതുപോലെ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് സെക്യൂരിറ്റി, അതുപോലെ തന്നെ സീനിയർ മാനേജർ, അതുപോലെ സീനിയർ എക്സിക്യൂട്ടീവ്, അതുപോലെ ഗ്ലോബൽ ട്രേഡ് സർവീസസ്, അതുപോലെ ഡെപ്യൂട്ടി മാനേജർ കളക്ഷൻ, അതുപോലെ തന്നെ അസിസ്റ്റൻറ്റ് മാനേജർ, അതുപോലെ തന്നെ ഡെപ്റ്റ് റിക്കവറി ഏജൻറ്റ്, അതുപോലെ സെയിൽ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന പോസ്റ്റിലേക്കും വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നുള്ള കാര്യങ്ങൾ നോക്കാം. അതിന് മുൻപ് നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലേക്ക് എനേബിൾ ചെയ്ത് വെക്കുക, റീസെൻ്റായി ചെയ്ത വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാം. പിന്നെ നിങ്ങൾക്ക് മെമ്പർഷിപ്പ് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ മെമ്പർഷിപ്പ് എടുത്താൽ മെമ്പേഴ്സ് ഓൺലി വീഡിയോസും നമ്മൾ ചെയ്തു വരുന്നുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ കാണാവുന്നതാണ്. പിന്നെ നമ്മൾ നിങ്ങൾക്ക് ഇവിടെ ഗ്രൂപ്പ് ഡിയുടെ എക്സാം നിങ്ങൾ അപ്ലൈ ചെയ്തവരാണെങ്കിൽ അതിൻ്റെ എക്സാം ഡേറ്റും, അതുപോലെ നിങ്ങളുടെ സ്റ്റാറ്റസ്, അതായത് അപ്രൂവ്ഡ് ആണോ, അതായത് നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാം. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. വീഡിയോ നിങ്ങളുടെ കാണാൻ റെയിൽവേ എക്സാം എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം. അപ്പോൾ നേരെ നമുക്ക് നോട്ടിഫിക്കേഷനിലേക്ക് വരാം. ആദ്യം നമ്മൾ നോക്കുന്നത് ആധാർ ഓപ്പറേഷൻസ് എന്ന് പറയുന്ന ആധാർ ഓപ്പറേറ്റർ എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ്. അപ്പോൾ ഇതിൻ്റെ റോൾ ആൻഡ് റെസ്പോൺസിബിലിറ്റി ഒക്കെ നിങ്ങൾക്ക് ജസ്റ്റ് റീഡ് ചെയ്യാം, എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടി വരിക എന്നുള്ളത്. അപ്പോൾ ഇവിടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് +2 പാസ്സായിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ മിനിമം ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് +2 പാസ്സായിരിക്കുക. ഇപ്പോൾ ഡിഗ്രി ഉണ്ടെങ്കിലും അപ്ലൈ ചെയ്യുന്ന PG ഉണ്ടെങ്കിലും കുഴപ്പമില്ല, ജസ്റ്റ് മിനിമം വേണ്ടത് +2 ആണെന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് NSCIT സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ NSCIT എന്ന് പറയുന്നത് നാഷണൽ സ്റ്റാൻഡേർഡ് സർട്ടിഫിക്കറ്റ് ഇൻ ഇൻഫർമേഷൻ ടെക്നോളജിയാണ്. അപ്പോൾ ആ ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അതില്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഇത്തരം ആധാർ ഓപ്പറേറ്ററുമായി ബന്ധപ്പെട്ടൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ച് അങ്ങനെയുള്ള സർട്ടിഫിക്കറ്റ് എടുത്ത് വെക്കുന്നത് നല്ലതാണ്. മിനിമം എക്സ്പീരിയൻസ് ആയിട്ട് നമ്പർ ഓഫ് ഇയേഴ്സ് ഒന്നും പറയുന്നില്ല. ബേസിക് ലോക്കൽ ലാംഗ്വേജ്, അതായത് പാൻ ഇന്ത്യ ആണ്, ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും നമുക്ക് വിവിധ സ്റ്റേറ്റുകളിലായിട്ട് വേക്കൻസി ഉണ്ടാകാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എവിടെയാണോ നമുക്ക് പോസ്റ്റിംഗ് ലഭിക്കുന്നത് ആ പ്രദേശത്തെ ലോക്കൽ ലാംഗ്വേജ് നമുക്ക് അറിഞ്ഞിരിക്കണം ബേസിക് ആയിട്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ ആധാർ എൻറോൾമെൻറ്റ് സെൻറ്റേഴ്സിലൊക്കെ വർക്ക് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ ലോങ് അവേഴ്സിലൊക്കെ ഈ എൻറോൾമെൻറ്റ് ഡ്രൈവ്സ് ഉണ്ടാകുന്ന സമയത്ത് ലോങ് അവേഴ്സൊക്കെ ഇരുന്ന് വർക്ക് ചെയ്യാൻ തയ്യാറായിരിക്കണം എന്നുള്ള കണ്ടീഷനാണ്. അപ്പോൾ എത്ര വർഷം എക്സ്പീരിയൻസ് വേണമെന്നൊന്നും പറയുന്നില്ല, ഫ്രഷേഴ്സിനും അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ വേക്കൻസി. അപ്പോൾ ഇതിലേക്ക് എക്സ്പീരിയൻസ് അല്ല, ഇതിലേക്ക് പ്രശ്നം ഈ പറയുന്ന NSCIT സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം ആക്റ്റീവായിട്ടുള്ള എന്നുള്ളതാണ്. അപ്പോൾ ജസ്റ്റ് ഞാനത് ക്ലോസ് ചെയ്യുന്നു. അങ്ങനെ ഓരോന്ന് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ഒന്നത് കഴിഞ്ഞു. രണ്ടാമത്തെ നമുക്കിവിടെ കാണാം ASM ആണ്, ഓട്ടോ ലോൺ, ഹോം ലോൺ ഓർ എഡ്യൂക്കേഷൻ ലോണാണ്. അപ്പോൾ പൊസിഷൻ വരുന്നത് ASM എന്നാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ക്വാളിഫിക്കേഷൻ നമുക്ക് നോക്കാം. ഡിഗ്രിയാണ്, ഏതെങ്കിലും വിഷയത്തിലുള്ള ഡിഗ്രി ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള യോഗ്യത. മിനിമം ഒരു 3 ഇയർ എക്സ്പീരിയൻസ് വേണം കേട്ടോ ഇതിലേക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ. ഇതും പാൻ ഇന്ത്യയാണ്, ഇന്ത്യയിൽ എവിടെയാണെങ്കിലും നമുക്ക് പോസ്റ്റിംഗ് ലഭിക്കുക എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ അത് ജസ്റ്റ് നമ്മൾ ക്ലോസ് ചെയ്യുന്നു. അടുത്ത നമ്മൾ വന്നിരിക്കുന്നത് ഏരിയ കോർഡിനേറ്റർ ആണ്. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് ക്വാളിഫിക്കേഷൻ നമുക്ക് നോക്കാം. ഏതെങ്കിലും വിഷയത്തിലുള്ള ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ഏതെങ്കിലും വിഷയത്തിലുള്ള ഡിഗ്രി നിങ്ങൾക്ക് വെച്ചിട്ട് അപ്ലൈ ചെയ്യാം. മിനിമം 1 to 2 ഇയർ എക്സ്പീരിയൻസ്, മിനിമം 1 ഇയർ എക്സ്പീരിയൻസ് നിർബന്ധമാണ് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് CTC ഒക്കെ ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ചിലതിലൊന്നും CTC കാര്യങ്ങളും കൊടുത്തിട്ടില്ല. ഇത് നമ്മുടെ കേരളത്തിലൊക്കെ ഉണ്ട് കേട്ടോ. കേരളത്തിൽ വേക്കൻസി ഉണ്ട്, തമിഴ്നാട്, വിവിധ കർണാടക, വിവിധ സ്റ്റേറ്റുകളായിട്ടൊക്കെ വേക്കൻസി ഉണ്ട്. ഓക്കെ, പക്ഷേ മിനിമം 1 ഇയർ എക്സ്പീരിയൻസ് മിനിമം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കൊരു മന്ത്ലി 20ൻ്റെ മുകളിലൊക്കെ ആയിട്ട് നമുക്ക് സാലറി പ്രതീക്ഷിക്കാവുന്ന ഒരു പോസ്റ്റാണിത്. ഓക്കെ, ചിലതിലൊക്കെ അവരത് മെൻഷൻ ചെയ്യുന്നുണ്ട്, ചിലതിലൊന്നും മെൻഷൻ ചെയ്യുന്നില്ല കേട്ടോ. ഓക്കെ, അടുത്തത് നമുക്ക് സീനിയർ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന പോസ്റ്റാണ്, ഡിജിറ്റൽ ബാങ്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട്. ഇതിലേക്ക് നിങ്ങൾക്ക് ഡിഗ്രി തന്നെയാണ്, ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. പക്ഷേ എന്തൊക്കെ സ്കില്ല് വേണമെന്നുള്ളത്, ഈ സ്കില്ലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. അതായത് ATM ക്യാഷ് ഓർ FLM MIS, അത് പറയുന്ന ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ, അതുപോലെ SLA അങ്ങനെയുള്ള സംഭവം, ATM ഇൻഡസ്ട്രി നോളജ്, കമ്മ്യൂണിക്കേഷൻ സ്കില്ലൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് മുൻഗണന ഉണ്ടാവും. 1 ഇയർ ആണ് ഇതിലേക്ക് എക്സ്പീരിയൻസ് മിനിമം വേണ്ടത് കേട്ടോ. ഓക്കെ, ഇത് പോസ്റ്റിംഗ് ലൊക്കേഷൻ ഇവിടെയാണ്, വഡോദരയാണ്. അപ്പോൾ നിങ്ങൾക്ക് അവിടെയൊക്കെ ആയിരിക്കും
അപ്പോൾ അങ്ങനെയൊക്കെ താല്പര്യമുള്ളവർ അതിനനുസരിച്ച് ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ നോക്കുക. ഇനി മറ്റൊരു പോസ്റ്റാണ് നമുക്ക് എക്സിക്യൂട്ടീവ് ഓർ സീനിയർ എക്സിക്യൂട്ടീവ്. ഇതിലേക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഏതെങ്കിലും വിഷയത്തിലുള്ള ഡിഗ്രി മതി. ഓക്കെ, ഇനി ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. പക്ഷേ മിനിമം 1 ഇയർ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് കേട്ടോ. പിന്നെ ഈ ഒരു സ്കില്ലൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ്, ഇതിലേക്ക് നിങ്ങൾക്ക് സാധ്യത കൂടുതലാണ്. ഇതും സെയിം ഏരിയ ആണ് വരുന്നത്. പിന്നെ അടുത്ത് നമുക്ക് വന്നിരിക്കുന്നത് എക്സിക്യൂട്ടീവ് കളക്ഷനാണ്. ഓക്കെ, ഫീൽഡ് ആൻഡ് കോളിംഗ് ആണ്. അപ്പോൾ ഇതിലേക്ക് വേണ്ട യോഗ്യത എന്ന് പറയുന്നത് +2 ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. മിനിമം +2 ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം. ഇനി ഡിഗ്രി വെച്ചിട്ട് അങ്ങനെയുള്ളവർക്കും അപ്ലൈ ചെയ്യാം കേട്ടോ. +2 ഓർ ഡിഗ്രിയാണ്, ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം, +2 ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം. പിന്നെ ഈ പറയുന്ന DR, ഓക്കെ, ഈ DR സർട്ടിഫൈഡ് ആയിരിക്കുക എന്നുള്ളതാണ്. അങ്ങനെയുള്ളവർക്ക് നിർബന്ധമല്ല, പ്രിഫേർഡ് എന്നാണ് പറയുന്നത്. ഓക്കെ, DR സർട്ടിഫൈഡ് ആയുള്ളവർക്ക് കുറച്ചും കൂടെ മുൻഗണന ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന ഡെപ്റ്റ് റിക്കവറി ഏജൻ്റ് ആയിട്ടുള്ള സർട്ടിഫൈഡ് ഉള്ള ആളുകളാണെങ്കിൽ അവർക്ക് മുൻഗണന ഉണ്ടാവും. അതല്ലാതെ നിർബന്ധമല്ല. പിന്നെ നമുക്ക് MS ഓഫീസൊക്കെ അറിഞ്ഞിരിക്കുക എന്നുള്ള കണ്ടീഷനാണ്. ഇവിടെ ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം കേട്ടോ. എക്സ്പീരിയൻസിൻ്റെ ആവശ്യമില്ല, ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. ഇനി മിനിമം 6 മന്ത് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്കും അപ്ലൈ ചെയ്യാം. കളക്ഷൻ റോളുമായി ബന്ധപ്പെട്ട് 6 മന്ത് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്കും അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ ഫ്രഷറിനും അപ്ലൈ ചെയ്യാം. ആർക്കാണെങ്കിലും അപ്ലൈ ചെയ്യാം കേട്ടോ. പിന്നെ ഇതിൻ്റെ നമുക്ക് സാലറി എന്നൊക്കെ പറയുന്ന ഇൻഡസ്ട്രിയുടെ ആ ഒരു, അതായത് ഈ മേഖലയുമായി ബന്ധപ്പെട്ടൊക്കെ ഉള്ള രീതിയിൽ ആയിരിക്കും. നമുക്ക് എത്ര എമൗണ്ട് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. പിന്നെ ഇവിടെ ടൈമിംഗ് എന്ന് പറയുന്നത് ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും. ഇതിലേക്ക് എൻ്റെ വെന്യൂ ഇവിടെ കൊടുത്തിട്ടുണ്ട്, 10 to 4 PM അതായിരിക്കും. അതൊക്കെ നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മേ ബി അവർ മെയിലായിട്ടൊക്കെ നമ്മളെ അറിയിക്കും എന്നുള്ള കാര്യങ്ങളാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അതാണ് ഞാൻ രജിസ്റ്റർ ക്ലോസ് ചെയ്യുന്നു. അടുത്ത നമുക്ക് വന്നിരിക്കുന്ന പോസ്റ്റ് എന്ന് നോക്കാം. എക്സിക്യൂട്ടീവ് ഓർ സീനിയർ എക്സിക്യൂട്ടീവ് കളക്ഷനാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് ഏതെങ്കിലും വിഷയത്തിലുള്ള ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. മിനിമം 0 to 5 ഇയേഴ്സ് എക്സ്പീരിയൻസ്, അതായത് ഫ്രഷേഴ്സിനും അപ്ലൈ ചെയ്യാം ഇവിടെ. ഓക്കെ, അതായത് എക്സ്പീരിയൻസ് ഇല്ലെങ്കിലും അപ്ലൈ ചെയ്യാം, ഇനി എക്സ്പീരിയൻസ് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അതോടൊപ്പം തന്നെ പോസ്റ്റിംഗ് ലൊക്കേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി ഉള്ളവർക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. ഇനി അടുത്ത് നമുക്ക് വന്നിരിക്കുന്നത് നിങ്ങൾക്കിവിടെ കാണാം, ഡയറക്റ്റ് സെയിൽ എക്സിക്യൂട്ടീവ് ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് വേക്കൻസി ഇവിടെ കാണാം. ഗ്രാജുവേറ്റ് ആണ്, ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. മിനിമം 1 to 3 ഇയർ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, അപ്പം മിനിമം 1 വർഷം എക്സ്പീരിയൻസ് എങ്കിലും വേണം. പോസ്റ്റിംഗ് ലൊക്കേഷൻ കൂടെ കൊടുത്തിട്ടുണ്ട്, ചെന്നൈ ഒക്കെ ഉണ്ട്. ഓക്കെ, പിന്നെ അത് നമ്മൾ ക്ലോസ് ചെയ്യുന്നു. അപ്പോൾ ഇത്രയാണ്. ഇപ്പോൾ ഇതിൽ ഞാൻ എല്ലാം എടുത്തിട്ടില്ല. ചിലതൊക്കെ നമുക്ക് മിനിമം 3 ഇയർ എക്സ്പീരിയൻസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഉദ്യോഗാർത്ഥികളുടെ IT സപ്പോർട്ട് എക്സിക്യൂട്ടീവ് അങ്ങനെയുള്ളതൊക്കെ ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ അത് നിങ്ങൾക്ക് ഇവിടെ ഡൗൺലോഡ് എന്നുള്ളത് കൊടുത്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അത് റീഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് നമ്പർ ഓഫ് വേക്കൻസി എന്ന് പറഞ്ഞാൽ 400 മുകളിലേക്കാണ് എംപ്ലോയ്മെൻറ്റ് ന്യൂസിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ മേ ബി അതിൽ കൂടാനും കുറയാനൊക്കെ സാധ്യതയുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഇനി ഇതിലേക്ക് എങ്ങനെയാണ് നമുക്ക് അപ്ലൈ ചെയ്യാന്നുള്ളത് ജസ്റ്റ് കാണിക്കാം. അതായത് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അപ്ലൈ ചെയ്യുന്ന ലിങ്ക് വരും. അതിൽ നിങ്ങൾക്ക് BGSS എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും. ഇവിടെ 432 വേക്കൻസിയാണ് നിലവിൽ വന്നിരിക്കുന്നത്. അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് എംപ്ലോയ്മെൻറ്റ് ന്യൂസ് പ്രകാരം നമുക്ക് ജൂലൈ 15 വരെ സമയമുള്ളൂ. അപ്പോൾ ഉടനെ തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യുക. താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്യുക. നിങ്ങൾ ഏറ്റവും താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്തിട്ട് നിങ്ങൾക്കിവിടെ കാണാം ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സ്. അവിടെ നോട്ടിഫിക്കേഷൻ എന്നുള്ള ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഞാൻ കാണിച്ച നോട്ടിഫിക്കേഷൻ്റെ ആ ഒരു പേജിലേക്ക് വരും. അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ ഫോമിൽ ക്ലിക്ക് ചെയ്യാം. ഈ ആപ്ലിക്കേഷൻ ഫോമിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ കരിയർ പേജിലേക്കാണ് വരിക. ഇവിടെ വന്ന് താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്താൽ ഞാൻ കാണിച്ച എല്ലാ പോസ്റ്റും ഇവിടെ കാണാൻ പറ്റും. അതൊക്കെ നിങ്ങൾക്ക് ഡൗൺലോഡിൽ ക്ലിക്ക് ചെയ്ത് PDF ഡൗൺലോഡ് ചെയ്ത് റീഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് അധികവും ഇൻ്റർവ്യൂ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും മേ ബി സെലക്ഷൻ അവർ ഉപയോഗിക്കുന്ന ക്രൈറ്റീരിയ. അപ്പം അതിനെക്കുറിച്ചിട്ടൊന്നും നമുക്ക് നോട്ടിഫിക്കേഷനിലെ കാര്യങ്ങളോ വ്യക്തമാക്കിയിട്ടില്ല. അതൊക്കെ നിങ്ങൾക്ക് മെയിൽ വഴിയൊക്കെ നിങ്ങൾ അറിയിക്കാനാണ് സാധ്യത. അപ്പോൾ അതിനനുസരിച്ച് മെയിൽ ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യണം. അപ്പോൾ ഇനിയിപ്പോൾ ഞാനിപ്പോൾ ഈ ആധാർ ഓപ്പറേറ്ററാണ് എനിക്ക് അപ്ലൈ ചെയ്യേണ്ടതെങ്കിൽ ഞാൻ എന്ത് ഇവിടെ അപ്ലൈ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപേക്ഷാ ഫീസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല, പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ അപ്ലൈ ഒന്ന് കൊടുക്കുന്ന സമയത്ത് കൂടെ കാണാം ജോബ് നെയിം ആധാർ ഓപ്പറേറ്റർ, അതുപോലെ തന്നെ ലൊക്കേഷൻ പാൻ ഇന്ത്യ ആണ്. പിന്നെ നമുക്ക് നിങ്ങളുടെ പേര്, അങ്ങനെ ബേസിക് ഡീറ്റെയിൽസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്ത് നമ്മൾ സബ്മിറ്റ് കൊടുക്കുക. ഓക്കെ, നമുക്ക് സിമ്പിളായിട്ട് കൊടുക്കാൻ പറ്റും. പിന്നെ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ കാണിച്ചത് നമുക്ക് ഇതൊരു പോസ്റ്ററാണ്, ഇവരുടെ തന്നെയാണ്. ഹോം ലോൺ നിങ്ങൾക്കിവിടെ കാണാം. സെയിൽസ് ഓഫീസർ, ഏരിയ സെയിൽസ് മാനേജർ. ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ മെയിൽ വഴി അയച്ചാൽ മതി കേട്ടോ. ഓക്കെ, മെയിൽ ഇതാണ്. ഇപ്പോൾ ഇതിൽ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. സ്കില്ലാണ് മെയിനായിട്ട്. ഇവിടെ മിനിമം 1 ഇയർ എക്സ്പീരിയൻസ് ലോൺ സെയിലുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കണം. അതുപോലെ തന്നെ 3 to 4 ഇയേഴ്സ് ഏരിയ സെയിൽസ് മാനേജർ റോൾ ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ള കണ്ടീഷനാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും കേട്ടോ. ജോബ് ഡിസ്ക്രിപ്ഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. പക്ഷേ ഇവിടെ പോസ്റ്റിംഗ് ലൊക്കേഷൻ നിങ്ങൾക്ക് കാണാം, എറണാകുളം, തിരുവനന്തപുരം ഉണ്ട് നമുക്ക് കേരളത്തിൽ. അപ്പോൾ കേരളത്തിലേക്കാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നിങ്ങളിതാ ഈ മെയിലിലേക്കാണ് അയച്ചു കൊടുക്കേണ്ടത് കേട്ടോ. ഈ മെയിൽ ഉണ്ട് നിങ്ങൾക്ക് എറണാകുളം CH ഹോം എന്ന് വായിക്കാം നമുക്ക്. ഓക്കെ, CH ഹോം ലോൺ @bgss.in എന്ന് പറയുന്ന ഈ മെയിലിലേക്ക് നിങ്ങളുടെ CV അയച്ചു കൊടുത്താൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ CV ഉണ്ടാക്കിയിട്ട് അതിലേക്ക് അയച്ചു കൊടുത്താൽ മതി. ഈ ഒരു പോസ്റ്റിലേക്കാണ്, ഇത് ഒരു പോസ്റ്ററാണ്, അവരുടെ തന്നെ
അപ്പോൾ ഇത് വേറെ തന്നെയാണ് നിങ്ങൾ ഈ മെയിൽ വഴി അപ്ലൈ ചെയ്യുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കർണാടക ആണെങ്കിൽ നിങ്ങൾ ഇതാണ് ഇമെയിൽ ബാംഗ്ലൂർ CH2 എന്ന് പറഞ്ഞിട്ട് homeloan@bgs ഇതിലേക്കാണ് അയച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉള്ള വിദ്യാർത്ഥികളാണെങ്കിൽ, ഡിഗ്രി ഉള്ളവരാണെങ്കിൽ ഇതിലേക്ക് നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. ഇത്രയാണ് വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സപ്പോർട്ട് ചെയ്യുക. താങ്ക്